ഹലോ ഗൈസ്, നമുക്കിനി ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാർട്ട് 3ലേക്ക് പോവാം. സോ റെഫറൻസ് ടെക്സ്റ്റ് സൂബൻ പീറ്റർ ആൻഡ് മഹാജനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അതിന് മുന്നേ കുറച്ച് ടേംസുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആവണം. സോ ഫസ്റ്റ് വൺ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഹൈപ്പോത്തസിസ് എന്താണെന്ന് നമ്മൾ എപ്പിഡമോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അത് ഏത് സ്റ്റഡിയിലായാലും നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം. നമുക്കെല്ലാം ഒരു ഹൈപ്പോത്തസിസ് ആണ്. നമുക്ക് അതിനെ നമ്മുടെ എക്സ്പെരിമെൻറ്റ് വഴി കിട്ടിക്കഴിഞ്ഞ റിസൾട്ട് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായം തേടുന്നതെന്ന് ഞാൻ പറഞ്ഞു. സോ നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനാണ് നമുക്ക് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, സോ ഹൈപ്പോത്തസിസിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മാത്സ് പോലെ തന്നെയാണ്. അപ്പം കുറച്ച് തിയറം അല്ല, കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, സോ അതിനെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാന്നല്ലാണ്ട് വേറെ കൂടുതലായിട്ട് അതിനെ എളുപ്പ വഴിയോ അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ. സോ നിങ്ങളിപ്പോൾ ഈ പൈത്തഗോറസ് തിയറും എന്താ പറയുക, നമ്മുടെ ജോമെട്രി ഒക്കെ പഠിക്കുന്ന പോലെ തന്നെയാണ് ഇതിലുള്ള കുറേ സംഭവങ്ങളും. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ അതുപോലെ തന്നെ പഠിക്കുക. എന്തിനാണ് ഓരോന്ന് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ അഡ്ഹെയർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത് ആലോചിച്ചിട്ട് നിങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. സോ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു അസംഷൻ ആണ് ബേസിക്കലി. സോ എ ഹൈപ്പോത്തസിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എൻ അസംഷൻ അബൌട്ട് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേരിയബിൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സിഗരറ്റ് സ്മോക്കിംഗ് നമ്മുടെ എപ്പിഡമോളജിയിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്മോക്കിംഗ് 20 cigarettes കോസസ് ലങ് ക്യാൻസർ എമംഗ് അങ്ങനെ കുറേ റൂൾസ് ഉണ്ടായിരുന്നില്ലേ. അതിന് ഡോസ് വേണം, അതിന് പ്രോപ്പർ ടൈം ഫ്രെയിം വേണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഹൈപ്പോത്തസിസിൻ്റെ ക്വാളിറ്റീസാണ്. ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ an assumption about relationship between two variables. എപ്പോഴും ഔട്ട്കം വേരിയബിളും നമ്മുടെ അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിളും ആയ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ്റെ അസംഷനാണ്. എങ്ങനെ വേണമെങ്കിലും ആവാം. ഫോർ എക്സാമ്പിൾ ദിസ് മൗത്ത് റിൻസസ് ക്യാൻ റെഡ്യൂസ് ദ ഇൻസിഡൻസ് അല്ലെങ്കിൽ റെഡ്യൂസ് ദ ഒക്കറൻസ് ഓഫ് മ്യൂക്കോസൈറ്റിസ്. സോ ദാറ്റ് ഈസ് എ ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പോൾ രണ്ട് വേരിയബിളിൻ്റെ റിലേഷനാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഓർ എ ഹൈപ്പോത്തസിസ് ഇസ് എ ടെൻറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ ഫോർ സെർട്ടൻ ബിഹേവിയേഴ്സ്, ഫെനോമിനൻ ഓർ ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് ഒക്കേർഡ് ഓർ ദാറ്റ് വിൽ ഒക്കേർ. ദാറ്റ് നമ്മുടെ സ്റ്റഡി ഡിസൈൻ അനുസരിച്ച് അത് മാറും. അതാണ് ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് RCT വഴിയും നമുക്ക് നമ്മുടെ അനലിറ്റിക്കൽ സ്റ്റഡി വഴിയും നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി വഴിയൊക്കെ നമ്മൾ ഹൈപ്പോത്തസിസ് നമുക്ക് കിട്ടി. അനലിറ്റിക്കലി നമ്മൾ അതിൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മുടെ സ്റ്റഡി വെച്ചിട്ടാണ്, അതായത് സ്റ്റഡീൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൂഫ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ ഡിസൈനിലും നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ അത് ഇല്ലാണ്ട് ഒരു ആർട്ടിക്കിളും ആക്സെപ്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ക്ലിനിക്കലി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയോട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലുള്ള സ്റ്റെപ്സ് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു സ്റ്റഡി ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട്സ് എഴുതുന്ന സമയത്താണ് അല്ലെങ്കിൽ റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഹെൽപ്പ് വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ സ്റ്റഡി എഴുതുന്ന സമയത്ത്, ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ടിലൂടെ മാത്രമേ ഇപ്പോൾ നോക്കാവൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഹൈപ്പോത്തസിസിന് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു സ്റ്റേറ്റ് ദ നൾ ആൻഡ് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ഓക്കെ, നമ്മൾ നൾ ഹൈപ്പോത്തസിസും സ്റ്റേറ്റ് ചെയ്യണം, ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും സ്റ്റേറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് നൾ, എന്തൊക്കെയാണ് ആൾട്ടർനേറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു സ്പെസിഫൈ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പി വാല്യൂ എന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പം ഞാൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. Okay, we have to specify the level of significance and we have to compute the test statistics. Okay, and then we have to make a decision. അപ്പം നിങ്ങൾക്ക് ക്ലിനിക്കലി ഒരു മൗത്ത് റിൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ജിഞ്ചിവൈറ്റിസ് കുറഞ്ഞു, അതുപോലെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കലിയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റിസൾട്ട്സ് കിട്ടിയോ എന്നുള്ളതാണ് നിങ്ങളുടെ ഡിസിഷൻ. ഓക്കെ, അതാണ് ഫൈനൽ ഡിസിഷൻ. അപ്പോൾ കമ്പ്യൂട്ട് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്താണ് നിങ്ങളുടെ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അതായത് സ്റ്റേറ്റിംഗ് നൾ ആൻഡ് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ നൾ ഹൈപ്പോത്തസിസും ഉണ്ട്, ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് എ നൾ ഹൈപ്പോത്തസിസ്? അപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആദ്യം പറയാം, it states that the existence of or no relationship between the independent and dependent variable. Okay, അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ പറയും there is no relationship between these two. There is no relationship between smoking and lung cancer, incidence of lung cancer and cigarette smoking. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും നൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുക. അതൊരു റൂളാണ്. നമ്മളെപ്പോഴും നമ്മൾ എന്താണോ നമ്മുടെ ഹൈപ്പോത്തസിസ് അതിനൊരു നെഗറ്റീവ് സെൻസിൽ, അതായത് ദർ ഇസ് നോ എഫക്റ്റ് അല്ലെങ്കിൽ ദർ ഇസ് നോ എവിഡൻസ് ഇൻ റെഡ്യൂസിങ്, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് വെക്കുക. ഓക്കെ, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. സോ അതാണ് നൾ ഹൈപ്പോത്തസിസ്. അതാ നമ്മൾ ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. എന്ത് നമ്മുടെ സ്റ്റഡി ഡിസൈൻ അനുസരിച്ച് മാറും. എന്ത് സ്റ്റഡി ആണെങ്കിലും നമ്മൾ ആദ്യം നൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യണം. നമ്മൾ അതിനെ H0 അല്ലെങ്കിൽ H0 എന്ന് വിളിക്കും. ദാറ്റ് ഇസ് അവർ നൾ ഹൈപ്പോത്തസിസ്. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയബറ്റിസ് ആൻഡ് പെരിഡോണ്ടൈറ്റിസ്. അതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിലേക്കാണ്. ഓക്കെ, ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഇസ് എ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. അതായത് നേരെ ഓപ്പോസിറ്റ്. അത് പറയുന്നത് ദർ ഈസ് എ റിലേഷൻഷിപ്പ്. ആൾട്ടർനേറ്റിൻ്റെ നള്ളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഈസ് എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർ ദർ ഈസ് എ പ്രൂഫ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയബറ്റിസ് ആൻഡ് പെരിഡോണ്ടൈറ്റിസ്. അതാണ് നമ്മുടെ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും ക്ലിയർ ആയല്ലോ. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റേറ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ക്ലിയർ? സോ അടുത്ത് നമുക്ക് ലെവൽസ് ഓഫ് സിഗ്നിഫിക്കൻസ് നോക്കാം. ഓക്കെ, സോ ലെവൽസ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ കോൺഫിഡൻസ് വിത്ത് വിച്ച് ആൻ എക്സ്പെരിമെൻറ്റർ റിജക്ട്സ് ഓർ ആക്സെപ്റ്റ്സ് നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിഗ്നിഫിക്കൻസ് ലെവൽ അഡോപ്റ്റഡ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ഇപ്പോൾ ശരിക്കും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്ററിന് നമുക്ക് നൾ ഹൈപ്പോത്തസിസും നമ്മൾ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഇനി നമ്മൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് വഴി ചെയ്യേണ്ടത്, നമ്മുടെ പി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ either we can reject or we can accept the null hypothesis. So ആ കോൺഫിഡൻസ് ലെവലിനെ, ഓക്കെ, to reject or accept the null hypothesis depends upon the significance level adopted. So അതാണ് നമ്മുടെ levels of significance. Okay, so the level of significance is a rejection region. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫ് കണ്ടോ, ഒരു പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെൽ ഷേപ്ഡ് ഗ്രാഫ്. ഓക്കെ, സോ ആ ഗ്രാഫിൽ നമുക്ക് നോൺ റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് അൺഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, so alpha is the level of significance and it is a rejection region which is outside the confidence or acceptance region. Okay, so അതായത് ആ ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ആൽഫ. ഓക്കെ, അപ്പോൾ അവിടെ വാല്യൂസ് വരുമ്പോഴാണ് നമ്മൾ റിജക്റ്റ്, അത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫാണ്. സോ നമുക്ക് അവിടെ വാല്യൂസ് വരുമ്പോഴാണ് നമ്മുടെ റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് അവിടെയാണ്. ഓക്കെ, സോ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ആൽഫ. ഓക്കെ, നമ്മൾ ആൽഫ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിനോട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കൂടുതൽ ഒരുപാട് കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ഒരുപാട് തലപോഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വാട്ട് ഇസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. സോ അതൊരു കോൺഫിഡൻസ് ലെവലാണ് to which we can either reject or accept the null hypothesis. Okay, and നമ്മൾ ഒരു ഗ്രാഫ് തന്നാൽ എവിടെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് അറിയണം. സോ ഇറ്റ് ഈസ് ദ റിജക്ഷൻ റീജിയൻ. ഓക്കെ, അതായത് ഔട്ട്സൈഡ് ദ ആക്സെപ്റ്റൻസ് റീജിയൻ, അതായത് ഷെയ്ഡഡ് പാർട്ട്, ആ എൻഡിലുള്ള 2 ഭാഗമാണ് നമ്മൾ റിജക്ഷൻ റീജിയൻ ആയിട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ആൽഫ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് ലെവൽസ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, നോ വി ആർ ഗോയിങ് ടു ഡു വാട്ട്, സെലക്ടിങ് ആ സിഗ്നിഫിക്കൻസ് ലെവൽ. ഓക്കെ, നമ്മളൊരു സിഗ്നിഫിക്കൻസ് ലെവൽ അവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, though any level of significance can be adopted, in practice we either take 5% or 1% level of significance. ഓക്കെ, ശ്രദ്ധിക്കണേ, നമ്മൾ 5% അല്ലെങ്കിൽ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നോർമലി എടുക്കുക. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ 0.05, 1% എന്ന് പറയുകയാണെങ്കിൽ 0.01. ഓക്കെ, സോ വെൻ വി ടേക്ക് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ആൽഫ ഈക്വൽ ടു 0.05. അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് നമുക്ക് റിജക്റ്റ് ചെയ്യാനോ
അക്സെപ്റ്റ് ചെയ്യാനോ നൾ ഹൈപ്പോത്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺഫിഡൻസ് ലെവൽ അത് നമ്മൾ നോർമലി സെറ്റ് ചെയ്ത് വെക്കുന്ന 5%. ഇതൊക്കെ നമ്പേഴ്സിൽ നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈക്വൽ ടു ഇത്ര, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പം 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിക്കോളൂ. there are about 5 chances out of 100 that we would reject the null hypothesis. അപ്പോൾ നമ്മൾ മൊത്തം ഒരു 100 ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ 100 ആയിട്ട് ഒരു പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ 5 ആണ് നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്ത് വെച്ചതെന്നുണ്ടെങ്കിൽ 5 ചാൻസസ് ഉണ്ട്, ഓക്കെ, ദാറ്റ് വി വുഡ് റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. അതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സോ ഇങ്ങനെ തന്നെ പഠിക്കുക. ഇഫ് യു ടേക്ക് 5% ആസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ദെൻ ദർ ആർ അബൌട്ട് 5 ചാൻസസ് ഔട്ട് ഓഫ് 100 ദാറ്റ് വി കുഡ് റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. നമുക്ക് നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാനുള്ള 5 ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, 95 chances are there that null hypothesis will be accepted. ഓക്കെ, ക്ലിയർ ആയോ? നേരെ തിരിച്ചിട്ട് there are about 5 chances out of 100 that we would reject the null hypothesis. അല്ലെങ്കിൽ 95% of chances are there that null hypothesis will be accepted. Okay. So we are about 95% confident that we have made the right decision. ഓക്കെ, അപ്പം ഈ ഒരു റിജക്ഷനും ആക്സെപ്റ്റ് ചെയ്യുന്നതും എന്തിൻ്റെ ബേസിസിലാണ്? അവിടെയാണ് നമ്മുടെ പി വാല്യൂ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പി വാല്യൂവിനെ പറ്റിയൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നു അല്ലേ? അപ്പം ഇവിടെയാണ് നമ്മൾ ഒന്നും കൂടെ പി വാല്യൂവിനെ സ്ട്രെസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് പി വാല്യൂ ഇസ് ലെസ് ദാൻ 0.05, ഓക്കെ, വി ക്യാൻ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. And if p-value is greater than 0.05, we should accept the null hypothesis. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അതായത് ലെസ് ദാൻ 0.05 ആണെങ്കിൽ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അവിടെ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ മീനിങ് എന്താണ്? 100-ൽ 5 ചാൻസസ് ഉണ്ട് ദാറ്റ് വി വുഡ് റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്, നമ്മൾ ലെസ് ദാൻ 0.05 ആണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ 95% ഓഫ് ചാൻസസ് ആർ ദർ ദാറ്റ് ദ നൾ ഹൈപ്പോത്തസിസ് വിൽ ബി ആക്സെപ്റ്റഡ്. അതായത് തിരിച്ചും പറയാം, ഇതിൻ്റെ ഉൾട്ടയാണ്, സെയിം സാധനത്തിൻ്റെ ഉൾട്ടയാണ് ഈ പറയണത്. ഓക്കെ, സോ വി ആർ അബൌട്ട് 95% കോൺഫിഡൻറ്റ് ദാറ്റ് വി ഹാവ് മെയ്ഡ് ദ റൈറ്റ് ഡെസിഷൻ. സോ ദാറ്റ് ഈസ് വാട്ട് എ പി വാല്യൂ സേസ്. ക്ലിയർ ആയല്ലോ? ആൻഡ് നൗ പ്രൊസീജിയർ ഫോർ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, സോ we have to start with the hypothesis that the null hypothesis is true. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. സോ ദിസ് ഇസ് അവർ നൾ ഹൈപ്പോത്തസിസ്. ദാറ്റ് മീൻ ദർ ഇസ് നോ ഡിഫറൻസ്, അല്ലെങ്കിൽ നോ വേരിയേഷൻ, അല്ലെങ്കിൽ നോ ചേഞ്ചസ്, അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇഫ് ദ നൾ ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ ദെൻ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റിസൾട്ട് ആസ് എക്സ്ട്രീം ആസ് ഫൗണ്ട് ഇൻ ദ സ്റ്റഡി ഡ്യൂ ടു ചാൻസ് എലോൺ. നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്ന് സങ്കല്പിച്ച് മുന്നോട്ട് പോവുക. എന്നിട്ട് നമുക്ക് എത്ര പ്രോബബിലിറ്റി ഉണ്ട് നമുക്ക് ഒരു റിസൾട്ട് ചാൻസിൻ്റെ ഒക്കറൻസ് കൊണ്ട് മാത്രം ലഭിക്കാനായിട്ട് എത്ര പ്രോബബിലിറ്റി ഉണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഫൈൻഡിങ് യൂസിങ് എ പി വാല്യൂ. അപ്പം നമ്മൾ പി വാല്യൂ ലെസ് ദാൻ 0.05 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അതായത് 0.05-നേക്കാളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനേക്കാളും നമുക്ക് കുറവാണ് പി വാല്യൂ കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ആ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ആണെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഞാൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്ന് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് എത്ര പ്രോബബിലിറ്റി ഉണ്ട് നമുക്ക് ചാൻസ് ഒക്കറൻസ് ആയിട്ടൊരു വാല്യൂ കിട്ടാൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പി വാല്യൂ കാണുന്നു. സോ പി വാല്യൂൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മുടെ ഹൈപ്പോത്തസിസ് നമുക്ക് റിജക്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ആണ് 100 ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ടോട്ടൽ 100 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5% ആണ് നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ആണ് there are about 5 chances out of 100 that we can reject the null hypothesis. അല്ലെങ്കിൽ 100-5, അതായത് 95 chances are there that നമ്മൾ ആദ്യം റിജക്റ്റ് ചെയ്തു. 5 chances ഉണ്ട് we can reject the null hypothesis. അല്ലെങ്കിൽ നേരെ തിരിച്ച് 95% of chances are there that we could accept the null hypothesis. ഓക്കെ, അപ്പം നമ്മൾ 95% of confident ആണ് that we have made the right decision. ഓക്കെ,
നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം റിജക്റ്റ് ചെയ്യാം നമ്മുടെ ഹൈപ്പോത്തസിസ്. ദാറ്റ് ഈസ് എൻറ്റയർലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ പി വാല്യൂ. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ അവിടെ കറക്റ്റാണ്. നമ്മൾ ആ ഒരു പ്രോബബിലിറ്റീനെ നമ്മളവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു ചാൻസ്. It could be more, could be due to chance, and it is less, could be due to chance. Adana p value less than 0.05. The probability of getting a p value less than 0.05 means what? The observations that we have got are less likely. Okay, if p value is less than 0.05, the observations that we have got are less likely due to chance. If it is more than 0.05, it is more likely due to chance. So we are about 5% ആണെങ്കിൽ 95% confident that we have made the right decision. Clear? So അപ്പോൾ നമ്മളിങ്ങനെ അസംഷൻസിൽ പോകുമ്പോൾ, ഓക്കെ, ദിസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഫുൾ ഓഫ് അസംഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു അസംഷൻസിൽ പോകുന്ന സമയത്ത് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് എറേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന് എല്ലാത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓൺലി തിങ് യു ക്യാൻ ഡു ഇസ് മേക്ക് ദ കോൺസെപ്റ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എറേഴ്സ് വരാറുണ്ട്. ഓക്കെ, സോ ആ എറേഴ്സിന് നമ്മൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2 എറേഴ്സ് ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, സോ ടൈപ്സ് ഓഫ് എറേഴ്സ് ജസ്റ്റ് നോക്കാം. ഈ ഒരു ടേബിൾ നോക്കിക്കോളൂ കേട്ടോ. സോ H0 എന്ന് പറയുന്നത് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, സോ വെൻ ദ നൾ ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ, there is a chance of rejecting the null hypothesis. Okay, so in that case, even though the null hypothesis is true, sometimes we reject the null hypothesis. So in that case, there is a chance of or we are committing type 1 error. Okay, when the null hypothesis is true, we reject the null hypothesis, we are committing type 1 error. Okay, so when the null hypothesis is true, what should we do? We should accept the null hypothesis. Okay, so that is the correct decision. Adana second column parayunna. So we fail to reject the null hypothesis means we are accepting the null hypothesis. So that is the correct decision. So adu cheyyande when we are rejecting the null hypothesis, when the null hypothesis is true, so we are committing type 1 error. So when is type 2 error occurring? When the null hypothesis is false. Second row noka. Okay, what we should do when a hypothesis is false, we should reject the hypothesis. So that is the correct decision. But even though when the hypothesis is false, we fail to reject the hypothesis. That means we are accepting a hypothesis which is false. So that is type 2 error. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് എറർ നമ്മൾ കമ്മിറ്റ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ വാട്ട് ഈസ് ടൈപ്പ് 1 എറർ? റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. നിങ്ങൾ ടേബിൾ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യുക, വേറെ ഓപ്ഷൻസ് ഇല്ല കേട്ടോ. ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ടൈപ്പ് 1 എറർ മീൻസ് റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഓക്കെ, അതായത് ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസ് ആദ്യം ആലോചിക്കുക, അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 1 എറർ. ഓക്കെ, ദെൻ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ട്രൂ കഴിഞ്ഞില്ല, അപ്പോൾ ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ആദ്യം നൾ ഹൈപ്പോത്തസിസ് ട്രൂവും ഫോൾസും ആയിട്ട് വിചാരിക്കുക, എന്നിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്നു വയ്ക്കുക. എപ്പോഴും നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന ടൈപ്പ് 1ഉം ആക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് 2 അങ്ങനെ ഓർത്തിരുന്നാൽ മതി. സോ റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, ദാറ്റ് ഈസ് ടൈപ്പ് 1 എറർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ആൽഫ. അതിനെയാണ് നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നേരത്തെ പഠിച്ചില്ലേ? ഓക്കെ, നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ പി വാല്യൂ ലെസ് ദാൻ 0.05 ആകുമ്പോഴാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ആൽഫ. സോ ദാറ്റ് ഈസ് എ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ഷുഡ് ബി ലെസ് ദാൻ 5%. നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05. Clear? And what is type 2 error? Accepting a null hypothesis when it is false. Okay, so it is denoted as beta. അപ്പോൾ നമ്മൾ അതിന് ടൈപ്പ് 2 എററിന് ബീറ്റ എന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ ഷുഡ് ബി 10 to 20% ആയിരിക്കണം ടൈപ്പ് 2 എററിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, മറ്റേത് 5%, ഇത് 10 to 20%. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഇപ്പോഴേ ബൈ ഹാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എടുക്കുക. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ആദ്യം ട്രൂ മനസ്സിൽ വിചാരിക്കുക, അടുത്തത് ഫാൾസ് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ സംഭവിക്കണമെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഒരു സാധനത്തിനെ റിജക്റ്റ് ചെയ്യണം. അപ്പോൾ അത് ടൈപ്പ് 1. ഓക്കെ, ദെൻ 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് ട്രൂ ഫസ്റ്റിലേക്ക് പോയി, അപ്പോൾ ഹൈപ്പോത്തസിസ് ഫാൾസ് ആയിട്ടുള്ളത് സെക്കൻഡിലേക്ക് വന്നു. അപ്പോൾ ഫാൾസ് ആയിട്ടുള്ള സാധനത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും എറർ വരിക. സോ ദാറ്റ് ഇസ് ടൈപ്പ് 2. Okay, so type 1 error type 2 error. Type 1 is alpha, level of significance, and type 2 is beta. Clear?
നമ്മൾ അടുത്ത് പോകുന്നത് പവർ ഓഫ് ദ സ്റ്റഡിയാണ്. ഓക്കെ, ഒരു സ്റ്റഡിയുടെ പവർ എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ആ മീനിങ് തന്നെ, പവർ ഓഫ് ദ സ്റ്റഡി മീൻസ് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. സോ അതാണ് കറക്റ്റ് ഡിസിഷൻ. നമ്മൾ ഫാൾസ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി. സോ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പവർ ഓഫ് ദ സ്റ്റഡി. ക്ലിയർ? പ്രോബബിലിറ്റി ഓഫ് എ study design, and probability of a study design to reject a null hypothesis when it is false. So that is defined as power of the study, and power of the study is we are getting the power of the study by a formula that is 1 minus beta. So it is denoted as 1 minus beta. ഇപ്പോൾ ബീറ്റ എപ്പോഴും 10-20% ഇടയിലാണെന്ന് പറഞ്ഞു. സോ പവർ വിൽ ബി ഓൾവേസ് ഒരു റേഞ്ചിലായിരിക്കണം. either 80% പവർ ആയിരിക്കണം അല്ലെങ്കിൽ 90% പവർ ആയിരിക്കണം. ഈ ഒരു പവർ വാല്യൂവിൽ മാത്രമേ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പാടുള്ളൂ. അതർവൈസ് നമ്മൾ എറർ വീണ്ടും കമ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ ഈ സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷേ നിങ്ങളായിട്ട് ഈ 80%-ഉം 90%-ഉം ഒന്നും ആലോചിച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട. നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ സാമ്പിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ പവർ എല്ലാം കാര്യമായിട്ട് ചോദിക്കുക. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ 80-90% നിങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ അതാണ് പവർ ഓഫ് ദ സ്റ്റഡി. ഓക്കെ, ദീസ് ആർ ഓൾ ഞാൻ വീണ്ടും പറയുന്ന കോൺസെപ്റ്റ്സ് ആണ്, അതുപോലെ തന്നെ വായിക്കാട്ടോ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. സോ നമ്മൾ ടൈപ്പ് 1 എറർ പറഞ്ഞു, ടൈപ്പ് 2 പറഞ്ഞു. ടൈപ്പ് 1 റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ടൈപ്പ് 2 എന്ന് പറയുമ്പം ആക്സെപ്റ്റിംഗ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. ആൻഡ് പവർ ഓഫ് ദ സ്റ്റഡി ഈസ് നമ്മൾ കറക്റ്റ് തിങ് ആണ് ചെയ്യേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് സംതിങ്, പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. റിജക്റ്റ് ചെയ്യുമ്പം അത് ഫാൾസ് ആയിരിക്കണം. അതാണ് പവർ ഓഫ് ദ സ്റ്റഡി. അപ്പം 80 അല്ലെങ്കിൽ 90 ആണ് നമ്മുടെ നോർമലി പവറിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് എററിലേക്ക് പോവാണ്. സോ സ്റ്റാൻഡേർഡ് എറർ, ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ, ആ ഡിസ്ട്രിബ്യൂഷന് എത്രത്തോളം അത് വേരിയേറ്റഡ് ആണ്, അതാണ് നമ്മുടെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആ വേരിയേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതാണ് സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് എറർ നിങ്ങൾ രണ്ട് ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീനും സ്റ്റാൻഡേർഡ് എറർ ഓഫ് പ്രൊപ്പോർഷനും. ഇത് നിങ്ങൾക്ക് ഈ വാല്യൂസ് തന്നിട്ട് സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ കാണാൻ പറയാറുണ്ട്, ആൻഡ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് പ്രൊപ്പോർഷനും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ മീൻസ് എസ് ബൈ റൂട്ട് ഓഫ് എൻ. എസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എൻ എന്ന് പറയുന്ന സാമ്പിൾ. ഓക്കെ, ഒരു സാമ്പിൾ ആണെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് പ്രൊപ്പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ റൂട്ട് ഓഫ് PQ ബൈ എൻ. അപ്പോൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ 2 ഇവൻറ്റ്സ് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് തരും. സോ അതാണ് എന്തെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസോ റേറ്റോ എന്തെങ്കിലുമൊക്കെ തരും. സോ ആ PQ ഡിവൈഡഡ് ബൈ N ആണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് പ്രൊപ്പോർഷൻ. ഇത് ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യുക. ഇതാണ് ഫോർമുല. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പാരാമീറ്റർ, നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മുടെ നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് എറർ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ ഹൈപ്പോത്തസിസിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ പറയുന്നതിന് മുന്നേ ദീസ് തിങ്സ് ഷുഡ് ബി ക്ലിയർ. ടൈപ്പ് 1 എറർ എന്താ, ടൈപ്പ് 2 എറർ എന്താ, നമ്മുടെ ഹൈപ്പോത്തസിസ് എന്താ, നമ്മുടെ ആദ്യത്തെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കോൺസെപ്റ്റ് എന്താ, ഇതെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അടുത്തതിൽ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ വി ആർ ടേക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് സം മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ദ റിലേറ്റീവ് ഒക്കറൻസ് ഓഫ് ദ റിലേറ്റീവ് ഓർ ദ ഒബ്സർവ്ഡ് ഡിഫറൻസ് ഒക്കറിംഗ് ബൈ ചാൻസ് ഇസ് ഫൗണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും. ഓക്കെ, സോ ദ ബേസിസ് ഫോർ ദ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ വെദർ ദ ഡേറ്റ ഇസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ നോട്ട്. അതാണ് അതിൻ്റെ ബേസ്. If the data is normally distributed, then we will move to parametric test, and if the data is not normally distributed, അതായത് skewed distributions ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് നമ്മൾ നോക്കുക. നമ്മൾക്ക് ചെയ്യാൻ പാടുള്ളൂ, നോക്കുക എന്നല്ല, we should follow or we are supposed to choose a parametric test when the data is normally distributed, and when the data is not normally distributed, we are not supposed to choose parametric test, we have to choose non-parametric test. Clear? So these are the requisites to parametric test when the data is quantitative.
അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ എന്താണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എന്ന് അല്ലേ. ആൻഡ് വെൻ ദ ഡേറ്റ ഒബ്റ്റെയിൻ ഫ്രം എ സാമ്പിൾ ദാറ്റ് ഈസ് റാൻഡംലി സെലക്റ്റഡ്. ഓക്കെ. ആൻഡ് വെൻ ദ ഡേറ്റ ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോർമാലിറ്റി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യാം. ആൻഡ് ദ ഈക്വൽ വേരിയൻസ് അസംഷൻ ഇസ് അപ്രൂവ്ഡ്. അത് പിന്നെ പറഞ്ഞുതരാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇഫ് നോട്ട്, ചൂസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. ക്ലിയർ? അപ്പം നമുക്ക് പാരാമെട്രിക് ടെസ്റ്റിലേക്ക് പോവാം. ഓക്കെ. സോ ഫസ്റ്റ് വൺ ടി ടെസ്റ്റ് ആണ്. ഓക്കെ. സോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ടി ടെസ്റ്റ്? അൺപെയ്ഡ് ടി ടെസ്റ്റ് ആൻഡ് പെയ്ഡ് ടി ടെസ്റ്റ്. അൺപെയ്ഡ് ടി ടെസ്റ്റിനെ നമ്മൾ സ്റ്റുഡൻസ് ടി ടെസ്റ്റ് എന്നും ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് എന്നും പറയും. ഓക്കെ. സോ അൺപെയ്ഡ് ടി ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 2 ഗ്രൂപ്പിൽ നിന്നാണ് സാമ്പിൾ എടുത്തത് എന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ അപ്ലൈ അൺപെയ്ഡ് ടി ടെസ്റ്റ്. ഓക്കെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാണ്ട് ഇതിൻ്റെ അസംഷൻസിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ. സോ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം ഓർത്തിരിക്കുക. Okay, so when are we doing unpaired t-test? When the samples are taken from 2 different population. Okay, അപ്പോൾ paired t-test apply ചെയ്യുന്നത് when the samples drawn from the same population, like before and after comparison. ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പാരിസണിൽ നമ്മൾ ഒരേ സാമ്പിളിൽ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പെയ്ഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇതൊക്കെ ഓരോ റൂൾസ് ആണ്. ഈ റൂൾസ് വെച്ച് പോയില്ലെങ്കിൽ നമുക്ക് പി വാല്യൂ കിട്ടില്ല, നമുക്ക് വാല്യൂ തന്നെ കിട്ടില്ല. സോ അതാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എക്സാമ്പിൾ തന്നിട്ട് ഏത് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഓക്കെ. അപ്പം ടി ടെസ്റ്റ് അതാണ്. ഇനി എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. So first one, unpaired t-test or example ആണ്. Okay. So when we are doing a comparative study of oral hygiene status among smokers and non-smokers. So smokers and non-smokers are 2 mutually exclusive groups ആണ്. 2 ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ നമുക്ക് 2 ഗ്രൂപ്പിൻ്റെയും സെപ്പറേറ്റ് മീൻ കിട്ടും അല്ലേ. സ്മോക്കേഴ്സിൻ്റെ സ്മോക്കിംഗ് സ്റ്റേറ്റസിന് ഒരു മീൻ വാല്യൂ കിട്ടും, അതുപോലെ നോൺ സ്മോക്കേഴ്സിൻ്റെ സ്മോക്കിംഗ് സ്റ്റേറ്റസിനോ അല്ലെങ്കിൽ സ്മോക്കിംഗ് റേറ്റിനോ ഒരു മീൻ വാല്യൂ കിട്ടും അല്ലേ. സോ 2 ഡിഫറെൻറ്റ് പീപ്പിളിനെയാണ് നമ്മൾ 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിനെയാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. സോ സാമ്പിൾ ആർ ഡ്രോൺ ഫ്രം 2 ഡിഫറെൻറ്റ് പോപ്പുലേഷൻ. അവർ 2 ഡിഫറെൻറ്റ് പോപ്പുലേഷനാണ്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അൺപെയ്ഡ് ടി ടെസ്റ്റ്. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജിഞ്ചിവൈറ്റിസിൽ 2 ഗ്രൂപ്പിലായിട്ട് നമ്മൾ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ജിഞ്ചിവൈറ്റിസിൽ. അതിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ക്ലോറെക്സിലിൻ മൗത്ത് വാഷ് കൊടുക്കുന്നു, വേറൊരു ഗ്രൂപ്പിൽ നമ്മൾ ഹെർബൽ മൗത്ത് വാഷ് കൊടുക്കുന്നു. ഓക്കെ. അപ്പം ക്ലോറെക്സിലിൻ മൗത്ത് വാഷ് കൊടുക്കുന്നത് വേറൊരു ഗ്രൂപ്പിലും ഹെർബൽ മൗത്ത് വാഷ് കൊടുക്കുന്ന വേറൊരു ഗ്രൂപ്പിലും. അപ്പോൾ അവർ രണ്ടും സെപ്പറേറ്റ് ആണ്, 2 പോപ്പുലേഷനാണ് അല്ലേ. സോ അങ്ങനത്തെ കേസിലും നമുക്ക് അൺപെയ്ഡ് ടി ടെസ്റ്റ് ചെയ്യാം. ക്ലിയർ? അടുത്തത് നമുക്ക് പെയ്ഡ് ടി ടെസ്റ്റ് നോക്കാം. ഓക്കെ. അപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പാരിസൺ ആണ് പെയ്ഡ് ടി ടെസ്റ്റ്. അത് സെയിം ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ. അപ്പം നമ്മളൊരു സെയിം ഗ്രൂപ്പിൽ ഒരു നഴ്സിംഗ് സ്റ്റുഡൻസിനെ എടുത്തു. ആ നഴ്സിംഗ് സ്റ്റുഡൻസിന് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടുവേർഡ്സ് ട്രോമാറ്റിക് ഡെൻ്റൽ ഇഞ്ചുറീസ് കൊടുത്തു. ഓക്കെ. നമ്മളൊരു ഇൻ്റർവെൻഷൻ പോലെ അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തു. ആൻഡ് നമ്മൾ അവരുടെ നോളജ്, അവർക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നോളജ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വി ആർ കമ്പയറിങ്. സോ ദാറ്റ് ഈസ് ലൈക്ക് സെയിം സാമ്പിൾ വി ആർ ടെസ്റ്റിംഗ് ദം ലൈക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അവർ സാമ്പിളിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പം അവർ അങ്ങനത്തെ കേസിൽ നമുക്ക് പെയ്ഡ് ടി ടെസ്റ്റ് ചെയ്യാം. അതിന് വേറെ ഒരു എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നമ്മൾ ജിഞ്ചിവൈറ്റിസിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവർക്ക് നമ്മൾ അവരുടെ പ്ലാക്ക് ഇൻഡെക്സ് നമ്മൾ ക്ലോറെക്സിലിൻ മൗത്ത് വാഷ് കൊടുത്തിട്ട് ബിഫോർ ക്ലോറെക്സിലിൻ മൗത്ത് വാഷ് ആൻഡ് ആഫ്റ്റർ ക്ലോറെക്സിലിൻ മൗത്ത് വാഷ് നമ്മൾ ജിഞ്ചിവൈറ്റിസിൻ്റെ മീൻ മെഷർ ചെയ്യും. സോ അവിടെ നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ്. സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദോസ് ഹാവ് ജിഞ്ചിവൈറ്റിസ്. ഓക്കെ. അപ്പം മീൻ എന്ന് പറയുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ 2 മീൻ ഉണ്ടാവും, ബിഫോർ ഒരു മീനും ആഫ്റ്റർ ഒരു മീനും. സോ മീൻ വാല്യൂസ് ഉണ്ടാവും. അങ്ങനത്തെ കേസിൽ നമുക്ക് പെയ്ഡ് ടി ടെസ്റ്റ് പോവാം. ക്ലിയർ ആയില്ലേ? ഇനി അൺപെയ്ഡ് ടി ടെസ്റ്റിന് വേറൊരു എക്സാമ്പിളാണ് ഇഫക്റ്റ് ഓഫ് ഡ്രഗ് അമംഗ് പേഷ്യൻസ് വിത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. സോ പ്രൈമറി ഹൈപ്പർ ടെൻഷനുള്ള ഒരു ഗ്രൂപ്പായി, സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുള്ള വേറൊരു ഗ്രൂപ്പായി. സോ അവരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്, 2 പേർക്കും 2 ഡിഫറെൻറ്റ് മീൻ വാല്യൂ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ വേറെയാണ്. സോ ദേ ആർ ഡ്രോൺ ഫ്രം 2 ഡിഫറെൻറ്റ് പോപ്പുലേഷൻ. അങ്ങനത്തെ കേസിലും വി ആർ യൂസിങ് അൺപെയ്ഡ് ടി ടെസ്റ്റ്. ക്ലിയർ ആയോ? സോ അടുത്തത് വാട്ട് ഇഫ് വി ഹാവ് മോർ ദാൻ 2 ഗ്രൂപ്പ്സ്. അപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പ്സ് വരെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. സോ പെയ്ഡിൽ ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് കമ്പയർ ചെയ്യുന്നത്. അൺപെയ്ഡിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ട്, നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പയർ ചെയ്തു. ഓക്കെ.
പേഡിന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചത് ഇപ്പം ജിഞ്ചിവൈറ്റിസ് സ്കോർ ബിഫോർ അപ്ലൈയിങ് ക്ലോറെക്സിഡിൻ ആൻഡ് ആഫ്റ്റർ അപ്ലൈയിങ് ക്ലോറെക്സിഡിൻ മൗത്ത് വാഷ്. അൺപെയ്ഡിന് നമ്മൾ ജിഞ്ചിവൈറ്റിസ് സ്കോർ നമ്മൾ 2 ഗ്രൂപ്പിൽ ക്ലോറെക്സിഡിൻ ഗ്രൂപ്പിൽ ജിഞ്ചിവൈറ്റിസ് സ്കോർ എന്താണ്, നമ്മുടെ ഹെർബൽ മൗത്ത് വാഷ് കൊടുക്കുന്നതിൽ ജിഞ്ചിവൈറ്റിസ് സ്കോർ എന്താണ്, അങ്ങനെ 2 എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, അത് അത്രയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ക്ലോറെക്സിഡിനായി ഹെർബലായി നമുക്കിനി വേറെ ഒരു മൗത്ത് വാഷും കൂടെ ഉണ്ടെങ്കിൽ, അതായത് പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഗുവ എന്തെങ്കിലും ഒരു മൗത്ത് വാഷ്, അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഗുവ മൗത്ത് വാഷ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ 3 ഗ്രൂപ്പായി. സോ വാട്ട് വിൽ വി ഡു? അപ്പോൾ നിങ്ങൾ ആലോചിക്കും പെയർ ടി ടെസ്റ്റ് 2 തവണ ചെയ്താൽ പോരെ, അപ്പോൾ നമുക്ക് 6 പെയർസ് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ 6 പെയർസ് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, നമുക്ക് ചാൻസ് ഓഫ് കമ്മിറ്റിംഗ് എറർ അവിടെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈപ്പ് 1 ടൈപ്പ് 2 എറർ എല്ലാം കമ്മിറ്റ് ചെയ്യും. സോ ഇങ്ങനെ 2 തവണ ചെയ്ത് കഴിയുമ്പം എററിൻ്റെ ചാൻസ് കൂടുതലാണ്. സോ അങ്ങനത്തെ കേസിൽ ഇഫ് ദർ ആർ മോർ ദാൻ 2 ഗ്രൂപ്പ്സ് വി ഹാവ് ടു ലുക്ക് ഫോർ അനദർ പാരാമെട്രിക് ടെസ്റ്റ്. അതെന്താണെന്ന് ഞാനിപ്പോൾ ഇവിടെ പറയാം. ഫോർ എക്സാമ്പിൾ, effect of eating stevia coated fennel seed, sucrose coated fennel seeds and roasted fennel seeds on salivary pH. ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മുടെ ഫെനൽ സീഡ്സ് ഇല്ലേ, നമ്മുടെ പെരിഞ്ചീരകം, അതിന് ഓരോ കോട്ടിങ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സലൈവറി പി എച്ചിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, സോ വി ഹാവ് 3 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഇത് 3 ഗ്രൂപ്പാണ്, അതിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ സാധാ പോലെ ടി ടെസ്റ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, ഞാൻ പറഞ്ഞു നേരത്തെ എറർ വരുമെന്ന്. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു ആപ്റ്റ് ആയിട്ടുള്ള മെഷർ ഉണ്ട്. ഓക്കെ, സോ അതാണ് വൈ നോട്ട് മൾട്ടിപ്പിൾ ടി ടെസ്റ്റ്, ദർ വിൽ ബി ഇൻക്രീസ് ചാൻസ് ഓഫ് ടൈപ്പ് 1 എറർ. സോ സ്റ്റഡീസ് ഇൻവോൾവിംഗ് 4 ട്രീറ്റ്മെൻറ്റ്, സോ ദർ വിൽ ബി 6 പെയർ വൈസ് കമ്പാരിസൺ. ഓക്കെ, നമ്മൾ 3 ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അപ്പം നമുക്ക് 3 കമ്പാരിസൺ ഗ്രൂപ്പ് കിട്ടും. ഓക്കെ, ഓരോന്നും നമ്മൾ പെയർ നമ്മുടെ പെർമ്യൂട്ടേഷൻ ചെയ്യുന്ന പോലെ. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ നമുക്കുള്ള ആപ്റ്റ് മെഷറാണ് അനോവ. Okay, so that is called as analysis of variance, popularly known as ANOVA, can be used in case where there are more than 2 groups. Okay, അതിന് എക്സാമ്പിളാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. സോ അനോവയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ്. നമ്മൾ യൂഷ്വലി അത് അനോവ തന്നെയാണ് എപ്പോഴും ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പം ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി. ഇവിടെ നമ്മൾ ടൂത്ത് പേസ്റ്റ് ആണ് കൊടുക്കുന്നത്, ഓരോ ഗ്രൂപ്പിലും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടൂത്ത് പേസ്റ്റ്. അപ്പം വി ഹാവ് മോർ ദാൻ 2 ഗ്രൂപ്പ്സ്, 4 ഗ്രൂപ്പ്സ് ആയി ഇവിടെ അല്ലേ. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇഫ് വി ഹാവ് മോർ ദാൻ 2 ഗ്രൂപ്പ്സ് ദെൻ ദ ആപ്റ്റ് പാരാമെട്രിക് ടെസ്റ്റ് ദാറ്റ് വി ക്യാൻ യൂസ് ഇസ് അനോവ, അതർവൈസ് നോൺ ആസ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇപ്പോൾ ക്ലിയർ? അപ്പം നമ്മൾ 3 പാരാമെട്രിക് ടെസ്റ്റ് പഠിച്ചു, പെയർ ടി ടെസ്റ്റ്, അൺപെയർ ടി ടെസ്റ്റ് ആൻഡ് അനോവ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അസംഷൻസ് വരുന്നുണ്ട്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ഓക്കെ.